വീട് കയറി ആക്രമണം നടത്തിയ പോലീസിനെതിരെ നടപടിയെടുക്കണം എന്നാണ് പോലീസ് കംപ്ലയിൻറ്റ് ഓഫ് അതോറിറ്റിയുടെ ഉത്തരവ്. സാധാരണക്കാരായ ജനങ്ങൾക്കും കൂടെ ഒരു പ്രയോജനകരമാകണം എന്നുള്ളതിലാണ് ഞാൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിയമ നടപടികളുമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ പോലീസ് എൻ്റെ വീട്ടിൽ 8/6/2020 ഇത് സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ അനധികൃതമായിട്ട് കടന്നു കയറുകയാണ് ചെയ്തത്. പാൻഡമിക് പീരീഡ് ആയിരുന്നു അത്. കോവിഡ് സമയമായിരുന്നു. നമ്മൾ അമ്മ പ്രായമുള്ളത് കൊണ്ട് അത്രയും പരിചരിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ പോലീസ് അവിടെ വരുമ്പം അവരൊരു മാസ്ക് പോലും അന്ന് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പോലീസുകാർ ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് തന്നെ COVID-19 പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന് പറഞ്ഞ് അതിഗുരുതരമായ കുറ്റമാണ്. നമസ്കാരം. സിവിൽ കേസിൽ നിയമവിരുദ്ധമായി ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിന് ശുപാർശ. 2020 കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ SHO ആയിരുന്ന രഞ്ജിത്ത് P. വിശ്വനാഥൻ, ASI ആയിരുന്ന രാജ്മോഹൻ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി വിധിച്ചിരിക്കുന്നത്. കോട്ടയം സ്വദേശിനിയും പൊതുപ്രവർത്തകയുമായ രാജി ചന്ദ്രൻ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത്. രാജി ചന്ദ്രൻ്റെ വീട്ടിൽ പോലീസ് അതിക്രമിച്ച് കയറുകയും പരിശോധന നടത്തുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. മാത്രമല്ല മണർകാട് KSFB ബ്രാഞ്ചിലുണ്ടായിരുന്ന ബിൽപത്രവും ആധാരം ഉൾപ്പെടെ പോലീസ് കൈക്കലാക്കുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജി ചന്ദ്രൻ പരാതിയുമായി പോയത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പോലീസ് വീട്ടിൽ അതിക്രമിച്ച് കയറിയത് ഉൾപ്പെടെ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ നടപടി ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ എനിക്കൊപ്പം രാജി ചന്ദ്രൻ ചേരുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് സിവിൽ നടപടികളിൽ ക്രിമിനലായിട്ട് ഒരു ഉത്തരവുണ്ടാക്കി സ്വയം വീട് കയറി ആക്രമണം നടത്തിയ പോലീസിനെതിരെ നടപടിയെടുക്കണം എന്നാണ് പോലീസ് കംപ്ലയിൻറ്റ് ഓഫ് അതോറിറ്റിയുടെ ഉത്തരവ്. അതായത് 8/6/2020 ഞാൻ പോലീസിനെതിരെ കൊടുത്ത പരാതിയാണ്. അതിൽ 2025 നവംബർ 28 എനിക്ക് ഇങ്ങനെ ഒരു ഓർഡർ വരുന്നത്. പിന്നെ ഇച്ചിരി എൻ്റെ ഓർഡർ കയ്യിൽ കിട്ടാനായിട്ട് കുറച്ച് വൈകി. അപ്പം പോലീസ് കംപ്ലയിൻറ്റ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കോർട്ടാണ്. അത് പോലീസിനെതിരെ ഉള്ള നടപടികൾ മാത്രമാണ് ആ കോടതിയിൽ എടുക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക്, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, അപ്പം സാധാരണക്കാരായ ജനങ്ങൾക്കും കൂടെ ഒരു പ്രയോജനകരമാകണം എന്നുള്ളതിലാണ് ഞാൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിയമ നടപടികളുമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നത്. പോലീസ് യാതൊരു അനുമതികളൊന്നും ഇല്ലാതെയാണ് നിങ്ങളുടെ വീട്ടിൽ അതായത് 2018 എൻ്റെ ഭർത്താവിൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ വിൽപത്രവുമായി ബന്ധപ്പെട്ട് 91 ഒരു വിൽപത്രവുമായി ബന്ധപ്പെട്ട് ആ വിൽപത്രം തെറ്റാണ് എന്ന് പറഞ്ഞ് 2018 സിവിൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ടി ഇൻ പേഴ്സണായിട്ടാണ് അന്ന് നമ്മൾ കോടതിയിൽ കയറിയത്. ആ കോടതി അത് വിശദമായി കേൾക്കുകയും ആ വിൽപത്രം സംബന്ധമായിട്ടുള്ള കേസിൽ 2020 ഫെബ്രുവരി മാസം 28 ആ സിവിൽ കോടതിയിലെ കേസ് തള്ളിപ്പോവുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം അതേ പരാതി തന്നെയാണ് ഈ വാദിയെ കൊണ്ട് എഴുതി വാങ്ങിച്ച് ഈ പോലീസുകാരൻ ഒരു FIR ഇട്ടത്. അപ്പോൾ കോടതി തള്ളിയ കേസിലാണ് പോലീസ് ഒരു FIR ഇട്ടത്. അത് നിയമത്തിന് വിരുദ്ധമാണ്. അത് നമ്മൾ വിരുദ്ധമായതുകൊണ്ടും നിയമ നടപടികൾ കോടതിയിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടും നമ്മൾ വലിയ കാര്യമായിട്ട് എടുത്തില്ല അത്. പക്ഷേ പോലീസ് എൻ്റെ വീട്ടിൽ 8/6/2020 ഇത് സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ അനധികൃതമായിട്ട് കടന്നു കയറുകയാണ് ചെയ്തത്. ഞാനും എൻ്റെ ഭർത്താവും വീട്ടിലുണ്ടായിരുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ അമ്മ 95 വയസ്സ് പ്രായമുണ്ടായിരുന്നു. എൻ്റെ അമ്മയും എൻ്റെ മകളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. എൻ്റെ മകൾക്ക് പിറ്റേന്നൊരു സിവിൽ സർവീസ് ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മോള് വീട്ടിൽ തന്നെ അന്നെങ്ങും പോകാതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് പോലീസ് വന്ന് കയറുന്നത്. എന്നാൽ ഈ പോലീസുകാരൻ അവിടെ വരുമ്പോൾ, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വരുമ്പം ഞാൻ കോടതിയിലേക്ക് പോകാൻ ഇതേ കേസ് സംബന്ധമായിട്ട് അവർ ഒരു കേസ് സിവിൽ കോടതി തള്ളിയ കേസ് ക്രിമിനൽ കോടതിയിൽ വീണ്ടും കൊണ്ടു കൊടുത്തു. അത് ഒരിക്കലും നിയമപരമായി ശരിയല്ല.
അതുകൊണ്ട് നമ്മൾ ആ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ അവിടുന്ന് പരിശോധനയൊക്കെ നടത്തിയത്? വീട്ടിൽ കയറി അവർക്ക് നമ്മുടെ ആധാരങ്ങളും വിൽപത്രവും വേണമെന്ന് പറഞ്ഞാണ് പരിശോധിക്കാനാണ് കയറിയത്. മാത്രമല്ല അമ്മയുടെ മൊഴിയും എടുക്കണം. അമ്മയ്ക്ക് അങ്ങനെ ഒരു ഉത്തരവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവർ ഒരു 160 നോട്ടീസ് തരികയോ, കോവിഡിൻ്റെ പാൻഡമിക് പീരീഡ് ആയിരുന്നു അത്. ആ കോവിഡ് സമയമായിരുന്നു. നമ്മൾ അമ്മ പ്രായമുള്ളത് കൊണ്ട് അത്രയും പരിചരിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ പോലീസ് അവിടെ വരുമ്പം അവരൊരു മാസ്ക് പോലും അന്ന് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ പോലീസുകാർ. ഒരു വനിതാ പോലീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 2 പോലീസുകാർക്കെതിരെയാണ് രഞ്ജിത്ത് കെ വിശ്വനാഥൻ എന്ന് പറയുന്ന SHO ആയിരുന്ന ഈസ്റ്റേൽ SHO ആയിരുന്ന പോലീസുകാരനും ASI രാജ്മോഹനുമാണ് അവരോടൊപ്പം അക്കമ്പനി ചെയ്ത് വന്ന 3 പോലീസുകാർ. അല്ല, ഒരു വനിതയുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിൽ കയറാൻ വന്നതാണെന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇല്ല. ഇവർ അത് പറയാനാണെങ്കിൽ ഞാൻ അത് തന്നെ പറഞ്ഞിരുന്നു. എൻ്റെ ആധാരങ്ങളൊക്കെ KSFയിൽ പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ അവിടെ ഒരു പുതിയ വീട് പണിതത്. അപ്പോൾ എൻ്റെ ആധാരങ്ങളും എല്ലാം മണർകാട് KSFയിൽ പണയത്തിലിരിക്കുകയായിരുന്നു. അത് ഞാൻ അവിടെ ഉണ്ടെന്ന് ഇവരോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് അവിടെ നിന്ന് അവർ പൊക്കും എടുക്കും എന്നൊക്കെ എന്നെ വെല്ലുവിളിച്ചിട്ടാണ് ഈ പോലീസ് പോയത്. പക്ഷെ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ CPC ഓർഡർ 26 റൂൾ 10B വെച്ച് സിവിൽ കോടതി പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് നിയമം പഠിച്ച ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സിവിൽ കോടതി തള്ളിയ കേസിനകത്ത് എങ്ങനെ പോലീസ് ഇത് എടുക്കും? അതുകൊണ്ട് ഞാനത് വലിയ വിശ്വാസത്തിൽ എടുത്തില്ലായിരുന്നു. പക്ഷേ അത് അവിടെ നിന്നും പോലീസ് 91 CRPC നോട്ടീസ് കൊടുത്ത് അവിടെ നിന്ന് എടുത്തു എന്നാണ് പിന്നീട് ഞാൻ വിവരാശം വെച്ചൊക്കെ ആ പേപ്പർ എടുക്കുന്നത്. ഈ 91 പേപ്പർ കത്ത് കൊടുത്ത് ഒരിക്കലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം 102 CRPC ഉപയോഗിക്കണം അവിടെ. അത് ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിക്കണമെങ്കിൽ കോടതിയുടെ ഓർഡർ വേണം. ഈ കോടതിയുടെ ഓർഡർ ഇല്ലാതെ 91 വെച്ചാണ് അവർ ഇത് നിയമത്തിന് നിരക്കാത്ത രീതിയിലാണ് എൻ്റെ ആധാരം അവിടെ നിന്ന് എടുത്തുള്ളൂ. ഇപ്പോഴും എൻ്റെ ആധാരം ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത് FSLലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വളരെ കൃത്രിമപരമായിട്ട് FSLലേക്ക് വിടുന്നു. ആ FSL വിട്ടിരുന്ന സമയത്ത് ഞാനിത് മനസ്സിലാക്കിയപ്പോൾ 72 ദിവസം ഈ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു ഈ എൻ്റെ ആധാരം. അതൊരിക്കലും പോലീസിന് വെക്കാൻ പറ്റില്ല. ഞാനാണ് ഈ കേസ് ജില്ലാ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ ഫയൽ ചെയ്തത്. കംപ്ലയിൻറ്റ് നമ്പർ 29/2021 കേസ് എൻ്റെ നമ്പർ. അത് ഞാൻ മെയിനായിട്ടും ആ കേസിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നത് 2020 കേരള ഗവൺമെൻറ് ഗവർണറുടെ കേരള എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് 20 അതിൻ്റെ സെക്ഷൻ 4 അനുസരിച്ചുള്ള വയലേഷനാണ് അവിടെ പോലീസ് ചെയ്തത്. ഇതിനകത്ത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ 160 അനുസരിച്ച് ഒരു കേസിൽ കക്ഷിയല്ലാത്ത ഒരാളിൽ നിന്ന് മൊഴിയെടുക്കണമെന്നുണ്ടെങ്കിൽ 160 നോട്ടീസ് കൊടുത്തിരിക്കണം. ആ 160 നോട്ടീസ് കൊടുക്കാതെയാണ് ഈ കേസിലെ എതിർകക്ഷികളായിരുന്ന SHO ശ്രീ രഞ്ജിത്ത് കെ വിശ്വനാഥനും അതുപോലെ തന്നെ രാജ്മോഹനും കൂടെ ഉള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും വീട്ടിൽ കടന്നു കയറിയത്. 97 വയസ്സുള്ള അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല. ഈ 95 വയസ്സുള്ള അമ്മയ്ക്ക് ആ ക്രിമിനൽ കേസിൽ പ്രതിയല്ല, ഒരു കക്ഷിയല്ല. അപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും മൊഴിയെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 160 സെക്ഷൻ 160 അനുസരിച്ചുള്ള നോട്ടീസ് കൊടുത്തിരിക്കണം. മാത്രമല്ല പാൻഡമിക് പീരീഡാണ്. COVID-19 ഏറ്റവും വലിയ അതിപ്രസരം നടന്ന ഒരു കാലഘട്ടമാണ്. ഒരു കാരണവശാലും വ്യക്തമായ പ്രിക്കോഷൻസ് ഇല്ലാതെ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ പോലീസ് അടക്കം ആർക്കും കടന്നു കയറാൻ പറ്റില്ല. അപ്പോൾ പോലീസ് തന്നെ COVID-19 പ്രോട്ടോക്കോൾ ലംഘിച്ചു എന്ന് പറഞ്ഞ് അതിഗുരുതരമായ കുറ്റമാണ്. അപ്പോൾ നടപടി എടുക്കണമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നത് DGPയുടെ നടപടി എടുക്കുന്ന സ്റ്റേറ്റ് പോലീസ് ചീഫ് DGPക്കാണ് DGP ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ജില്ലാ പോലീസ് അതോറിറ്റി നടപടിയെടുക്കണമെന്ന് വിധി ശുപാർശ ചെയ്തിരിക്കുന്നത്. ആ ശുപാർശ ചെയ്യുക മാത്രമല്ല, എന്ത് നടപടിയാണ് എടുത്തിട്ടുണ്ടെന്നുള്ളത് ജില്ലാ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി അറിയിക്കണമെന്നും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഈ കേസിൻ്റെ ഗൗരവം അതീവ ഗുരുതരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ വ്യക്തികൾക്ക് വേണമെങ്കിൽ ജില്ലാ പോലീസ്
അതോറിറ്റിയിലും സംസ്ഥാന പോലീസ് അതോറിറ്റിയിലും പരാതികൾ കൊടുക്കാം. എങ്കിലും മതിയായ കേരള പോലീസ് ആക്റ്റോ അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ BNS ഒന്നും അറിയാൻ വയ്യ വരുന്നതുകൊണ്ട് തികച്ചും അഭിഭാഷകരുടെ സഹായം ഇതിന് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ കേസിൻ്റെ പരിസമാപ്തിയിലെത്തിക്കാൻ കഴിയത്തുള്ളൂ. കൂടുതൽ നടപടി ഉണ്ടാകുമല്ലേ DGPയുടെ ഭാഗത്തു നിന്നും? തീർച്ചയായിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ അതിന് DGP തന്നെ, സ്റ്റേറ്റ് പോലീസ് ചീഫ് തന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. മാത്രമല്ല ഇതിൻ്റെ പരാതിക്കാരത്തിക്ക് ഹൈക്കോടതിയിൽ നടപടി എടുക്കാത്തതിന് സ്റ്റേറ്റ് പോലീസ് ചീഫിനെതിരെ വേണമെങ്കിൽ റിട്ട് ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്.